वन्दे मातरम् वन्दे मातरम् वन्दे मातरम् वन्दे मातरम् सुजलां सुफलां मलयज शीतलाम् सस्यश्यामलां मातरं वन्दे मातरं वन्दे मातरम्. എന്താണെന്നറിയില്ല, ഈ മണ്ണിന്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഈ ചെവിയുടെ പുറകിലാണ് അലർച്ചകളും കൊട്ടുകളും പാട്ടുകളും എല്ലാം കേൾക്കുന്നത്. ഒരു നിമിഷം നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന് കാരണം കഥകളിപ്പറമ്പല്ല എന്ന്. ഒരു കഥകളി നടക്കുന്നത് കൊണ്ടല്ല, നമ്മൾ കഥകളിയുടെ മാത്രമായ കഥകളിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഈ സ്കൂളിൽ നമ്മൾ വന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ ഈ ചെവിയുടെ മുന്നിൽ ഈ കഥകളി ശബ്ദം. ഇല്ലില്ല, മനസ്സിലായില്ല. ആരാ പറയണേ? അതെ, അതിലേക്കാണ് വരുന്നത്. കേൾക്കൂ, അതിലേക്കാണ് ഞാൻ വരുന്നത്. വെള്ളിനേഴി നാണുനായരാശാനെ പോലെ ലോകപ്രശസ്തനായ ഒരു താടി വേഷക്കാരന് മാഷായി അരങ്ങേറ്റം കുറിച്ച ഈ കഥകളി സ്കൂളിൽ നമുക്ക് പല കഥകളി ശബ്ദങ്ങളും കേൾക്കും. അതാണ് ആ കഥകളി ശബ്ദത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയാൻ അർഹതയുള്ള ഒരു കഥകളി മാഷുണ്ട്. നമുക്ക് ആ മാഷിലേക്ക് പോകാം. ആദ്യം തന്നെ എല്ലാവരും കുചേലന്മാരാവില്ല, എല്ലാവരും കൃഷ്ണന്മാരും ആവില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് രണ്ടും ഉണ്ടാവുകയും ചെയ്യും. അതായത് നിങ്ങളുടെ സഹപാഠികളുടെ ഇടയിൽ കുചേലന്മാരും ഉണ്ടാവും, കൃഷ്ണന്മാരും ഉണ്ടാവും. അപ്പോൾ ഈ കൃഷ്ണന്മാരെ കഴിയുന്നത്ര ഈ കുചേലന്മാരെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അവർ ചിലപ്പോൾ എല്ലാവരും മീറ്റിങ്ങിന് വരുമില്ല. അപ്പോൾ അത് പല കാരണങ്ങളുണ്ടാവും. ഇതിനെ കൂടെ പഠിച്ചവരാണ് അവർ. ചിലപ്പോൾ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലയിലൊക്കെ വളർന്നവരായിരിക്കും. അവരുടെ മുമ്പിൽ ഈ കർഷക തൊഴിലാളിയായിട്ട് ജീവിക്കുന്ന ചിലരുണ്ടാവും. അവർക്ക് വന്നിരിക്കാനുള്ള ഒരു മടിയുണ്ടാവും. ചിലപ്പോൾ ഒരു കുപ്പായം ഉണ്ടാവില്ല. അവരൊക്കെ പാൻറ്റും സൂട്ടും ഒക്കെ വന്നിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഈ മുണ്ട് കൊടുത്ത് തോർത്ത് കൊണ്ടും തോർത്തിട്ട് എങ്ങനെയാണ് വന്നിരിക്കുക. അങ്ങനെയുള്ള മടി കൊണ്ടൊക്കെ അല്ലെങ്കിൽ ചിലർക്ക് അസുഖമായിരിക്കും, ചിലർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരിക്കും, പണിയെടുക്കാൻ നല്ല വയ്യായി ഉണ്ടാവും, പ്രാരാബ്ധക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് അവർക്ക് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എന്തെങ്കിലും ചെയ്ത് അവരെ കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ ഉള്ള ശ്രമമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളതെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. മാഷ് പറഞ്ഞത് നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായിട്ടില്ല, ശബ്ദം കുറവായിരുന്നു അല്ലേ? അല്ലെങ്കിലും പണ്ടേ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമല്ലല്ലോ. മാഷൊരു കഥയാണ് പറഞ്ഞത്. കഥ നമ്മളുടെ ഈ പ്രായത്തിന് അത്ര പറ്റിയതല്ലെന്ന് തോന്നുന്നു അല്ലേ? കഥ അത് നല്ലൊരു കഥയായിരുന്നു. ആ കഥ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കഥയിൽ നിന്ന് പോവാം. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡും പൊട്ടാഷ്യം പെർമാംഗനേറ്റും തമ്മിലുള്ള യോജിച്ചുള്ള പ്രവർത്തനത്തെക്കുറിച്ചിട്ട് നമുക്ക് കൂലങ്കിഷമായിട്ടൊന്ന് സംസാരിച്ചാലോ? ഞാനല്ല കേട്ടോ പറയണേ, അത് പറയാനുള്ള ഒരാളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ആലോചിച്ച് നോക്കൂ. ഹൈഡ്രോക്ലോറിക് ആസിഡും പൊട്ടാസ്യം പെർമാംഗനേറ്റുമായിട്ടുള്ള റിയാക്ഷൻ ഒന്ന് പറയാൻ വയ്ക്കുമെന്ന് ഇതിലൂടെ. അപ്പോൾ എന്താ വെച്ചാൽ അത് ബാലൻസ് ചെയ്യാൻ കുറച്ച് ദുർഘടമാണ്. അദ്ദേഹം അത് കാണാൻ പാഠം പഠിച്ചു വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു 2 മിനിറ്റ് സമയം തരണം തോന്നുന്നു. അങ്ങനെ ചോക്കെടുത്തിട്ട് മേശപ്പുറത്ത് തന്നെ എഴുതി KMnO4 + HCl K2SO4 MnSO4 H2O Cl2 എന്നെഴുതി ബാലൻസ് ചെയ്യാൻ നോക്കി. ബാലൻസ് ചെയ്തു. എന്നിട്ട് ഞാനത് പറഞ്ഞു കൊടുത്തു. 2 KMnO4 + 16 HCl 2 KCl 2 MnSO4 5 H2O + 8 H2O + 5 Cl2 എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ബാക്കി ടീച്ചേഴ്സ് കാണാത്ത നാരായണനാരും കൊണ്ടൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞു രാമേന്ദ്രയിൽ കാണാൻ പാഠം പഠിച്ചതാണ്, നാരായണ മാഷ് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. എന്താണ് എല്ലാവരും വാവിളിച്ചിരിക്കണേ? ആർക്കും ഒന്നും മനസ്സിലായില്ല. ആരാണെന്നും മനസ്സിലായില്ല. ഇത് നാരായണൻ പുതുക്കുള്ളി മാഷ് കണക്കുമാഷായി വന്ന്
ഫിസിക്സിൽ വളരെ ഉയർന്ന മാർക്കോടുകൂടി പാസ്സായ നമ്മളെ കെമിസ്ട്രി പഠിപ്പിച്ച മാഷ് 26-ാമത്തെ വയസ്സിൽ PSC സർക്കാർ തലത്തിൽ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് നേടി വരുന്നത് ഇവിടെയായിരുന്നു. ഇതിനു മുമ്പ് 2 സ്കൂളുകളിൽ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്തെങ്കിലും വെളിനേഴി സ്കൂളിലാണ് മാഷയുടെ സർക്കാർ തലത്തിലെ ആദ്യത്തെ നിയമനം. നമുക്കത് മാഷയുടെ കയ്യിൽ നിന്ന് തന്നെ കൂടുതൽ കേൾക്കാം. 26-27 വയസ്സിലാണ്, 26 റോ ഗ്രാജുവേറ്റ് ആയിട്ട് മാത്സ് ടീച്ചറായിട്ട് ആദ്യം സർവീസ് കയറിയണു. അത് പത്രിപ്പാല ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് പിറ്റേത്തെ കൊല്ലം കിഴക്കഞ്ചേരി സ്കൂളിലേക്ക് മാത്സ് ടീച്ചർ, അന്നൊക്കെ മാത്സ് ടീച്ചറായിട്ട് എന്നെ പോസ്റ്റ് ചെയ്യാം. കാരണം 2 സബ്ജക്റ്റ് ഉള്ളത് വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ളതാണ് മാത്സ്. പോരാത്തതിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഫസ്റ്റ് ക്ലാസ്സിന് മാത്സിന് ഒരു 4% മാർക്കേ കുറവുള്ളൂ. ഫിസിക്കൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ് BEdനും പിന്നെ പോയപ്പോൾ. അതുകൊണ്ട് PSC പോസ്റ്റ് ചെയ്ത് തന്നെ മാത്സ് ആൻഡ് ഫിസിക്കൽ സയൻസ് ടീച്ചറായിട്ടാണ്. 10 ആളെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ മാത്രമേ. മറ്റതൊക്കെ ഫിസിക്കൽ സയൻസ് ടീച്ചേഴ്സ് ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ്. ഫിസിക്കൽ സയൻസും ഇംഗ്ലീഷും ആണ്. ഫിസിക്കൽ സയൻസും മാത്സും ആയത് ഞാൻ മാത്രമേ ഉള്ളൂ. ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. PSCയുടെ പിന്നെ എങ്ങനെയാ മാഷി കെമിസ്ട്രി സബ് ഉണ്ടായിരുന്നു എനിക്ക്. ഫിസിക്സ് മെയിൻ. വെളിനേഴിൽ എന്നെയൊക്കെ മാഷ് കെമിസ്ട്രിയാണ് പഠിപ്പിച്ചത് ഞങ്ങളെ. അതിന് കാരണമുണ്ട്. രാമേന്ദ്രൻ മാഷക്ക് കെമിസ്ട്രി അറിയില്ല, ക്ലാസ് എടുക്കാൻ അറിയില്ല. അദ്ദേഹം ഫിസിക്സേ എടുക്കൂ. അപ്പോൾ പിന്നെ കെമിസ്ട്രി എടുക്കേണ്ടി വന്നു എനിക്ക്. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും ഞാൻ കെമിസ്ട്രിയാണ് എടുക്കുക. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. കണക്കിലും രസതന്ത്രത്തിലും ഊർജതന്ത്രത്തിലും മാത്രമല്ല, മാഷ് അതിനും അപ്പുറത്താണ്. സാഹിത്യത്തിലായാലും സാംസ്കാരിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും എല്ലാം ഇന്നും മാഷക്ക് എല്ലാം നല്ല ഓർമ്മയാണ്. എന്നോട് മാഷ് പറഞ്ഞത് മനുഷ്യന് മറവിയാണ് ഒരനുഗ്രഹമെന്നാണ്. എന്നാൽ മാഷയുടെ കാര്യത്തിൽ മാഷ് പറഞ്ഞത് എനിക്കതില്ല ചാരു എന്നാണ്. മാഷയുടെ ആ ഓർമ്മ ശക്തിയെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. മാഷെ കോളേജിൽ പഠിപ്പിച്ച ഡോക്ടർ ലീലാവതിയുടെ ഒരു കവിതയെക്കുറിച്ചിട്ട് മാഷയുടെ അഭിപ്രായം അതുകൂടി നമുക്കൊന്ന് കേട്ടുപോകും. ലീലാവതി ടീച്ചർ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് പറയണോ? വള്ളത്തോളിൻ്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്നതിൽ ഉഷ ആ മന്ത്രിയുടെ സമ്മതത്തോട് മൗനമായ അനുവാദത്തോട് കൂടിയിട്ട് കാരാഗ്രഹത്തിൽ അനിരുദ്ധനെ കാണാൻ വേണ്ടി പോവുകയാണ്. പാറാവുകർ സപതി കമ്പമേറ്റും മാറായി തുറന്നൊരു തുറുങ്കിലകത്തു പൂക്കാൾ എന്നാണ്. കാരാഗ്രഹസ്ഥന അതിഥിക്ക് എതിരേൽപ്പതിനായി ദൂരത്തെ സംഭ്രമം എരിക്കുവതിനു മുമ്പേ ആരാലണിഞ്ഞവൾ അഴുക്കുചതി പതിഞ്ഞ നീരാളി ചേരുന്ന രമണാംഗ തലത്തിൽ വീണാൾ എന്നാണ്. പിന്നെ ലീലാവതിയമ്മ എടുത്തത് അതിന് തൊട്ട വരി ആലോകസുന്ദരിയെ വെക്കമെടുത്തു വീണ്ടും പോലോമനിച്ചു ഉരസി ചേർത്തു ഉണർന്നു കാന്തൻ ചേലോട് കൂന്തൽ ചിതറും കവിളത്തു ചുംബിച്ചാലോല ബാഷ്പജരി കൈത്തളിരാൽ തുടച്ചാൻ എന്ന് ചൊല്ലിയിട്ട് ഇത് ഞാൻ വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്തരം സന്ദർഭങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഓർത്ത് നോക്കിയാൽ മതി എന്നാണ് ഡോക്ടർ ലീലാവതി പറഞ്ഞ ക്ലാസ്സിൽ. മാഷക്ക് എല്ലാം നല്ല ഓർമ്മയുണ്ടെങ്കിലും നമുക്കത്ര ഓർമ്മയില്ല. ഈ രസതന്ത്രമൊന്നും ഇപ്പോഴും നമുക്കത്ര രസിക്കാത്ത ഒരു മുഖഭാവമാണല്ലോ എല്ലാവർക്കും കാണുന്നത്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നാരായണൻ പുതുക്കുള്ളി മാഷക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും മാഷും അധികം ചർച്ച ചെയ്യാറുള്ളതുമായിട്ടുള്ള മറ്റൊരു അധ്യാപകൻ കൂടിയുണ്ട്. മാഷെ നല്ല രീതിയിൽ ഓർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ മാഷെ നമുക്കൊന്ന് കണ്ടുവരാം. പ്രിയപ്പെട്ട കുട്ടികളെ, ചാരു മജുനാർ ഇവിടെ വന്ന് സൗഹൃദം എന്നൊരു കൂട്ടായ്മയെ സംസാരിച്ചു. എനിക്ക് ആ പേര് വളരെ ഇഷ്ടമായി. പക്ഷേ ആ പേര് തികച്ചും അർത്ഥപൂർണമായിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്. 1978 ജൂണിലാണ്. 77 ജൂണിൽ എനിക്ക് PSC കിട്ടി. പത്തിരിപ്പാലയായിരുന്നു ഫസ്റ്റ് പോർഷൻ. അന്ന് AM നാരായണ ഭൂരിപക്ഷമായിരുന്നല്ലോ അത്തിപ്പറ്റ. മൂപ്പർക്ക് എൻ്റെ ഒപ്പാണ് കിട്ടിയത്. ഒരേ ദിവസം ഒരേ സമയം ജോയിൻ ചെയ്ത 2 പേരാണ് ഞങ്ങൾ. ഞാനും
നാരായണപുരി. അദ്ദേഹം ചിറ്റൂരാണ് ചേർന്നത്. ചിറ്റൂർ പോലീസിലാണ് മുറുക്ക് പോസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഈ CK ഉണ്ണീഷൻ മാഷ് എന്നെ സ്ഥിരമായിട്ട് വെടിനഴിക്ക് വിളിച്ചാണ്. ഇങ്ങോട്ട് പാടോ, എനിക്കൊരു സഹായമായി കൂട്ടായി വരണമെന്നുണ്ട്. അപ്പം ഞാൻ ആ ഇത് തന്നെ. അപ്പം ഈ നാരായണപുരി എന്ത് പറഞ്ഞു, താൻ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വട്ടപ്പെട്ടാണ് ഇവിടെ, ഞാൻ എങ്ങനെയും അങ്ങോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2 പോസ്റ്റ് ഉണ്ട്. ഞാൻ എത്തിയിട്ട് വിളിച്ചാൽ മതി. അവിടെ പോസ്റ്റ് ഉണ്ടാവും, 2 പോസ്റ്റ് ഉണ്ടാവും. ഞാൻ അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ തൻ്റെ പോസ്റ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. കാരണം എൻ്റെ റാങ്ക് നല്ല ഹൈ റാങ്ക്. ആയിക്കോട്ടെ പറഞ്ഞു. നാരായണ എത്തിയിട്ട് വേണമെങ്കിൽ ഞാൻ വരുന്നുള്ളൂ. നാരായണ അവിടെ എത്തിയെന്ന് ഉറപ്പായി. പിന്നത്തെ ജൂണിൽ ഞാൻ, അതായത് 4-5 മാസം കഴിഞ്ഞ് ജൂൺ മാസത്തിൽ എനിക്ക് ജൂണിൽ വേറെ ഞാൻ വരച്ചിട്ടു. ആ സുവർണകാലമായിരുന്നു മലയാള ഭാഷയ്ക്ക്. വെള്ളിനേഴി സ്കൂളിലെ ആ 3 അധ്യാപകരും വളരെയധികം നല്ല രീതിയിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വളരെ ഇതായിരുന്നു. CK ഉണ്ണീഷൻ മാഷ് നാടകത്തിലും ഇവർ 2 ആളാണെങ്കിലും ഇങ്ങനെയെല്ലാം നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന കാര്യത്തിലും മറ്റതൊക്കെ നല്ല ഒരു ഇത് കാണിച്ചിരുന്ന അധ്യാപകരാണ് ഇവർ 3 ആൾ. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, അല്ലെങ്കിൽ ക്ലാസ്സിലെ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, ആ സ്കൂള് കഥകളി സ്കൂൾ എന്ന കേരളത്തിലെ അപൂർവം സ്കൂളുകളിൽ ഒരു സ്കൂളായ വെള്ളിനേഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് അതുവരെ കിട്ടാത്ത കുറേ പുരസ്കാരങ്ങൾ നേടിയെടുക്കാൻ ഈ മാഷ് സഹകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ, കഥകളി അതിൻ്റേതായ രീതിയിൽ കഥകളി പദത്തിന് സംസ്ഥാന തലത്തിൽ ഒട്ടനവധി സമ്മാനങ്ങൾ കിട്ടാൻ ഈ മാഷ് സഹായിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ കഥ കൂടി ഒന്ന് കേൾക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൃഷ്ണനമ്പൂരി എന്നോട് എന്ത് പറഞ്ഞു, എൻ്റെ മകൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട് പഠിച്ചിട്ടാണ് കഥകളിപ്പദം ചെയ്തത്, വലിയ വാസനയാണ്. താനൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെറുതായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയത് വരുന്നു നോക്കട്ടെ. അന്ന് 6 പഠിക്കണമല്ലോ എഴുതിട്ട്. ഞാൻ തന്നെ വിളിച്ചു. എന്നിട്ട് ഞാൻ അന്ന് ഷോണീൻ്റെ പത്നിയുടെ വാണി നിശർമ്മ എന്നുള്ള 9 പഠിപ്പിക്കേണ്ട ദണ്ഡകണ്ട് അതും പഠിപ്പിച്ചു നോക്കി. പഠിപ്പിച്ച് നോക്കുമ്പോൾ അയാൾക്ക് ചെല്ലാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ അയാൾക്ക് ശ്വാസം കിട്ടുന്നില്ല. ഈ ശ്വാസം വിട്ട് കാരണം ചെറിയ കുട്ടിയല്ലേ, ഇത് ദണ്ഡകം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പം കൂടും. എന്നാൽ അത് വേണ്ട, നമുക്കൊരു ചെറിയ ശ്ലോകം കഴിയുന്നു, വാശിക്ക് വാശി. എന്നിട്ട് ആ ഖണ്ഡാരത്തിലെ ഒരു ശ്ലോകം ചെല്ലിയാൻ, ആ ശിവശിവ എന്നുള്ള ശ്ലോകത്തിൽ സന്താനോപാധ്യ ശിവശിവ എന്നുള്ളതിൻ്റെ അനക്കം കൂടാതെ നിലവരഞ്ഞാശ പുതുക എന്നുള്ള ആ ശ്ലോകം മാത്രം ഞാൻ പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചു കൊടുത്തു. അയാളത് അവതരിപ്പിക്കുക നന്നായിട്ട് ചെല്ലി പഠിക്കുകയും ചെയ്തു. എന്നിട്ടൊരു ചെറിയ ഒരു കസവും ഇത്രയും ഉള്ളൂ ആൾ, ഒരു കസവും കൊണ്ടും ഒരു 2 മുണ്ടൊക്കെ എത്തി. എൻ്റെ ഇവിടെ ചെറിയൊരു ചേങ്ങനുണ്ട്. ഞാൻ ആ ചേങ്ങനെ പിടിച്ച് കൂടിയ വലിയ ചേങ്ങനൊന്നും പിടിക്കാറില്ല. അതിൻ്റെ ആ ചേങ്ങനെ പിടിച്ച് സ്റ്റേജിൽ കയറ്റി. അന്ന് അസാധ്യ അപ്ലാസം കിട്ടി. ഇയാൾ ചെല്ലി കിട്ടോ. അത് കഴിഞ്ഞ് പിറ്റന്നാൾ രാവിലെ ഞാൻ ചോദിച്ചു, മോഹമുണ്ടോ പഠിക്കാൻ ചോദിച്ചപ്പോൾ കൃഷ്ണപുരി പറഞ്ഞു, വളരെ മോഹമുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഒരാളെ പരിചയമുള്ള ആളുടെ അടുത്ത് കൊണ്ട് ആക്കിച്ചാൽ നന്നായിരുന്നു. നമുക്ക് ശരിയാക്കാം, പറ്റെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. നോക്കുന്ന പോയി നോക്കാറുണ്ട്. നേരെ കുർപ്പാശാൻ്റെ അടുത്ത് കൊണ്ടുപോയി. കുർപ്പാശാൻ കേട്ടോ, ഞാൻ പഠിപ്പിക്കാറുണ്ട്, ഞങ്ങൾ വലിയ കൂട്ടാണ്, ഞാൻ നോക്കാറുണ്ട്. അപ്പം തന്നെ പറഞ്ഞു രവീന്ദ്രനോട്, ഗുരു വിട്ടു പോണ്ട, മറക്കരുത്. ഗുരുനാഥൻ ആരാന്നിപ്പം മനസ്സിലായി വെച്ചു. തുടക്കം ഞാനാണല്ലോ, എനിക്ക് ഓർമ്മയുണ്ടെന്നു. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ശിവശിവ എന്നുള്ളത് പിന്നെ ഗുരുക്ക് പഠിപ്പിച്ചു പദം. നാരായണപിള്ള നല്ല പ്രൊമോട്ടറായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാനില്ല സർ. സാറ് പറഞ്ഞു തീർന്നതിനൊപ്പം തന്നെ മറ്റൊരു മാഷയെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും ആയി, മാഷ് പറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ഇനി ആ മാഷയെ കുറിച്ചിട്ട് ചിന്തിക്കാം. പക്ഷേ നമ്മളല്ല അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന മറ്റൊരാളുണ്ട്. അവർ പറയുന്നതായിരിക്കില്ല സർ നമ്മൾ 2 ആളും പറയുന്നതിനേക്കാൾ കൂടുതൽ ഉചിതം. ഏട്ടന് കഥകളിയോട് വലിയ ഇഷ്ടമാണ്. അങ്ങനെ മാധവൻ നമ്പൂതിരി ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ 2 പേരും കൂടി ഇരുന്ന് പ്രത്യേകിച്ച് മാധവ ഭാഷ കഥകളി പദങ്ങൾ ഇങ്ങനെ ചൊല്ലി ഏട്ടനെ കേൾപ്പിക്കും. വലിയ ഇഷ്ടമായിരുന്നു ഏട്ടനെ കഥകളി കേൾക്കാനും കഥകളി കാണാനും അതിൻ്റെ പാട്ട് കേൾക്കാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അതേപോലെ നാരായണ നമ്പൂരി അടുത്ത്
മാധവ നമ്പൂരി മാഷെ കണ്ടു. ആ. മാധവ നമ്പൂരി മാഷിന്റെ ഒക്കെ വർത്താനത്തിൽ കുറേ പ്രാവശ്യം കടന്നു വന്നത് മാഷും ടീച്ചറും. അതെ അല്ലേ? ഞാൻ ഞങ്ങളെ എപ്പോഴും കാണാൻ പറഞ്ഞു ഞാനിവിടെ വന്നത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിടുന്നു. ഇപ്പൊ പദമൊക്കെ പാടിയിട്ടേ വിളിക്കാറുള്ളൂ, മുറുക്കാനുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇപ്പോഴും ഓർമ്മയുണ്ട് പറഞ്ഞു. സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. ഏട്ടൻ പോയതോടുകൂടി എനിക്ക് എല്ലാം കൂടെ വല്ലാതെ എന്നെ ബാധിച്ചു. ജീവിതത്തിന്റെ വഴിത്തിരിവുകളിൽപ്പെട്ട് മാഷുക്കും ടീച്ചർക്കും സ്ഥലം മാറ്റം കിട്ടുകയും പല സ്കൂളുകളിലേക്ക് പോവുകയെല്ലാം ചെയ്യുന്നതും മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ അവരിവിടുന്ന് ടൗണിലേക്കാണ് ചേക്കേറിയത്. പാലക്കാടിൻ്റെ വളരെ ഭംഗിയാർന്ന രാമനാഥപുരത്തേക്കാണ് അവർ പോയത്. അവിടെയും ടീച്ചറും മാഷും വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ആ ഓർമ്മകളെക്കുറിച്ചും നമുക്കൊന്ന് കേട്ടുപോകാം. കുട്ടികൾ അവിടെ ഒറ്റയ്ക്ക് അവരൊക്കെ നേരത്തെ എത്തും. ഒരാൾ ഒരു സമയത്തെത്തും, രണ്ടാമത്തെ ആൾ വേറെ സമയത്ത്, മൂന്നാമത്തെ ആൾ വേറെ സമയത്ത്, അങ്ങനെ എത്തും. അപ്പോൾ അവിടെ ഒന്നും പേടിക്കാനില്ല. അടുത്തടുത്ത് വീട്, അഗ്രഹാരമായതുകൊണ്ട് അടുത്തടുത്ത് വീടുകളാണ്. ഒരു വീട് മറ്റൊന്നിനോട് ചേർന്നുകൊണ്ടാണ്. അപ്പോൾ ഒന്നും പേടിക്കാനില്ല. നല്ലൊരു അഗ്രഹാരമായിരുന്നു അത്. ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ടീച്ചറും മാഷും എല്ലാം മാങ്ങോടുന്ന് ഇറങ്ങി വരുന്ന ആ ഒരു നടത്തം, ആ നടന്നു വരുന്ന രംഗം ഇന്നും ഞാനൊക്കെ മനസ്സിലോർക്കുന്നുണ്ട്. ടീച്ചർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാവുമോ ഇന്നത്തെ കുട്ടികളോട്? അല്ലെങ്കിൽ ഈ കുട്ടികളോട് അതൊന്ന് ഓർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ ടീച്ചർക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ? പിന്നെ ഞങ്ങൾ മാങ്ങോട്ട് ബസ് ഇറങ്ങിയിട്ട് ഞാനും ഏട്ടനും ഉണ്ടാവും. ഏട്ടൻ്റെ അടുത്ത് ഏട്ടൻ നല്ല മുറുക്കണ സ്വഭാവമുള്ള ഒരാളായിരുന്നു. എന്തായാലും ഞങ്ങൾ നടന്ന് ആ നടത്തൊരു രസമായിരുന്നു. തങ്കമാൾ ടീച്ചറും ഉണ്ടാവും, ഞാനും ഏട്ടനും ഉണ്ടാവും. ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ആഹാരം, എൻ്റെ രാവിലത്തെ ആഹാരം കൂടി ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. ആ സഞ്ചിയൊക്കെ ഏട്ടൻ തൂക്കി പിടിച്ചോളും. ഞാൻ പിന്നാലെ നടന്നാൽ മാത്രം മതി. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ഏട്ടന് ഒക്കെ ഇരുന്ന് ഞങ്ങൾ നല്ല സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ആ സ്കൂളിൽ ഞങ്ങൾ ചിലവഴിച്ചത്. അതെ അതെ, ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഈ തങ്കമാൾ ടീച്ചറെ കുറിച്ചിട്ട് ഓർത്തത്. നമുക്ക് തങ്കമാൾ ടീച്ചറെ മറക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രമാണ്. വളരെ ഈ സ്കൂളിനെ ഇത്രയധികം കുട്ടികളെ ഓർമ്മ വയ്ക്കുന്ന മറ്റൊരു ടീച്ചർ ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. നമുക്ക് തങ്കമാൾ ടീച്ചറെ ഒന്ന് കാണാം ആദ്യം. മഞ്ജു, മോളെ പഠിപ്പിക്കുന്ന ചില പ്രൊഫസർമാരുണ്ട്. അവർക്ക് 87-88 വയസ്സുണ്ട്. യാതൊരു ക്ഷീണവും ഇല്ല. അവർ നിന്ന് ലെക്ചർ ചെയ്യും, നിന്ന് അവർ സബ്ജക്റ്റ് വളരെ ക്ലിയറായിട്ട് സംസാരിക്കും. അവർ പറയാണ് അവർക്ക് പിന്നെ ഈ കിട്ടുന്ന സാലറി കൊണ്ട് അവർക്ക് യാതൊരു ആവശ്യമില്ല. അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ ജീവിതം കഴിയും. മക്കളൊക്കെ നല്ല ഹൈ നിലയിലെത്തി. ഈ കിട്ടുന്ന പൈസയൊക്കെ അവർ ചില ചാരിറ്റികൾ, ചില ഹോസ്പിറ്റലുകൾ അവർക്കൊക്കെ സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. കഥകളി മാഷ് നമുക്ക് കഥകളിലൂടെയാണ് തുടക്കം വെച്ചത്. ആ കഥയുടെ അർത്ഥവും കുചേലൻ്റെയും കൃഷ്ണൻ്റെയും കഥകളിലൂടെ നമ്മളെ വളരെ ഗംഭീരമായ ഒരു സന്ദേശമാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ആ ഒരു സന്ദേശം, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക, ആ മനസ്സിലാക്കിയതിനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുക എന്നൊക്കെയുള്ള നല്ല മനോഹരമായ ആ കുചേലവൃത്തത്തിലെ കഥ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ അതേപോലെ തന്നെയാണ് ഇപ്പം തങ്കമാളു ടീച്ചറും പറഞ്ഞത്. നമുക്ക് കിട്ടുന്നതിൽ നിന്നൊരു ഭാഗം മറ്റുള്ളവരെ സഹായിക്കാൻ ആ മനസ്സ് നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളത് അന്നത്തെ നമ്മളെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരുടെയും മനസ്സിൽ ഒരുപോലെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ കഥയിലൂടെയും നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ബാക്കി കൂടി കേൾക്കാം. ടീച്ചർക്ക് വിളിനേഴി സ്കൂളിനെ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ളൊരു കാരണമുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ മറ്റ് സ്കൂളിലൊക്കെ ചെന്ന ഉടനെ ഒന്ന് കളിപ്പിക്കും കുട്ടികളെ. ചാലിശ്ശേരി സ്കൂളിലൊക്കെ ഞാൻ ചെന്നപ്പോൾ അവർ കുട്ടികൾ ക്ലാസ് മാറിയിട്ട് എൻ്റെ ക്ലാസ്സിലെ മറ്റേ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ വന്നിരിക്കുക, പിന്നെ സമയത്തിൻ്റെ മുമ്പായിട്ട് ഞാൻ പോട്ടെ പറഞ്ഞ് പോവുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് കുട്ടികളുടെ ഒരു അച്ചടക്കം, യാതൊരു നല്ല സൈലൻ്റായിട്ട് അവരനുസരണമുള്ള കുട്ടികളായിട്ട്, അത് മാത്രമേ എനിക്ക് നല്ല ഓർമ്മയുള്ളവർ. യാതൊരു ശല്യം അവരെ കൊണ്ടുണ്ടായിട്ടില്ല. നല്ല അച്ചടക്കത്തോടെ നമ്മൾ പറയുന്നതനുസരിച്ച് കേട്ടു. ഇപ്പോൾ ഹിന്ദിയായി, മലയാളമായി, ഭാഷകൾ എല്ലാം ഇംഗ്ലീഷായി, അങ്ങനെ നല്ല രീതിയിൽ നമ്മളെ പഠിപ്പിച്ച കുറേ എല്ലാവരെയും ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതൊരു സത്യമാണ്. എന്നാലും ഈ ഒരു മാഷെ നിങ്ങൾ മറക്കാൻ വഴിയില്ല. ഇനി കാണാൻ പോകുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്തെ ഏറ്റവും നല്ല കൈയക്ഷരം
ചോക്ക് കൊണ്ട് ആ ബോർഡിൽ എഴുതുന്നതിൽ എന്ത് ഭംഗി! ആ എഴുത്തൊരു കലാപരമായിട്ട് എഴുതിയ ഈ മാഷെ നിങ്ങൾ മറക്കാൻ സാധ്യതയില്ല. നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഹായ്. നിങ്ങൾക്ക് കണ്ണിൽ കണ്ട ഈ മാഷെ നിങ്ങൾക്ക് മറക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. കാരണം ഈ മാഷയുടെ പേര് കരുണാകരൻ മാഷെന്നാണ്. മറന്നിരിക്കാൻ വഴിയില്ല, മറക്കില്ല. അതായിരുന്നു അത്ര നല്ല പെരുമാറ്റവും അത്ര നല്ല സ്വഭാവവുമായിരുന്നു. ഇന്ന് കോഴിക്കോട് ഫറൂഖിൽ കുടുംബജീവിതം സുഖമായി ജീവിച്ചു പോരുന്നുണ്ട്. ഒരു വിഷയവുമില്ല. മാഷ് വിളിച്ചിരുന്നു. ഈ മാഷയെ ഓർക്കുമ്പോൾ നമ്മളൊപ്പം ഓർക്കുന്ന മറ്റൊരാളുണ്ട്. ഒരാളല്ല, രണ്ടാളുണ്ട്. അതിൽ പാർത്ഥൻ മാഷയെ കുറിച്ച് അധിക വിവരങ്ങൾ കിട്ടിയിട്ടില്ല. കിട്ടിയ വിവരം വളരെ സങ്കടകരമായൊരു വിവരമാണ്. അതുകൊണ്ട് മാഷ് ഇപ്പം മണ്ണിലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കറക്റ്റായത് കൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇവർക്ക് രണ്ടാൾക്കും ഒപ്പം മറ്റൊരാളെ, താടിയും മുടിയെല്ലാം നീട്ടിയ മറ്റൊരു മാഷയെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ഓർക്കുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാ കാണാം. ആദ്യമായി PSC കിട്ടിയിട്ട് വെള്ളിനേഴി ഹൈസ്കൂളിലാണ് വരുന്നത്. വെള്ളിനേഴി 1980-82 വർഷം വെള്ളിനേഴി ഹൈസ്കൂളിലാണ്. അതൊരു ഹൈസ്കൂൾ അധ്യാപകൻ എന്നതിനേക്കാളേറെ ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുമായി പരമാവധി ബന്ധപ്പെടത്തക്ക വിധത്തിലുള്ള ഒരു ജീവിതമാണ് വെള്ളിനേഴി ഹൈസ്കൂളിലുണ്ടായിരുന്നത്. പക്ഷേ വെള്ളിനേഴിയിൽ വന്നതിന് ശേഷമാണ് വെള്ളിനേഴി എൻ്റെ മനസ്സിലേക്ക് കയറുന്നത്. ഒരു വിദ്യാലയമല്ല, ഒരു പ്രദേശമാകെയാണ് എൻ്റെ മനസ്സിലേക്ക് കയറുന്നത്. വെള്ളിനേഴി മാത്രമല്ല, വെള്ളിനേഴിയോട് തൊട്ടുള്ള സമീപ പ്രദേശങ്ങളൊക്കെ തന്നെ എൻ്റെ മനസ്സിലേക്ക് കയറുന്നത്. ആ കാലഘട്ടത്തിലാണ് ഞാൻ PGക്ക് പഠിക്കുകയും ചെയ്യുന്നത്. വെള്ളിനേഴി ഹൈസ്കൂളിലെ ലൈബ്രറിയാണ് എന്നെ PGക്ക് പഠിക്കുന്നതിന് പ്രധാനമായും സഹായിച്ച എൻ്റെ ഒരു റിസോഴ്സ് സെൻറ്റർ കേന്ദ്രം എന്ന് പറയുന്നത്. AMൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരുപാട് പുസ്തകങ്ങൾ ആ ലൈബ്രറിയിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. തിരക്കാർന്ന ജീവിതത്തിൻ്റെ ഇടയിൽ ഈ സൗഹൃദ കൂട്ടായ്മയുടെ തണലിലേക്ക് വന്നു ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ആ ഓർമ്മപ്പെടുത്തലുകളിലൂടെ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് പടിയിറങ്ങിച്ചെല്ലാൻ നിങ്ങൾക്കിത് സഹായമായി എങ്കിൽ ഞാനും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും സന്തോഷമാകും. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ സ്വാഗതം അരളിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. जय हे जय हे जय 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 हे